ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ ഒരു ദിവസം എങ്ങനെ കഴിഞ്ഞു പോകുന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാ സമയം 5:18 കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ്, നല്ല തണുപ്പുമുണ്ട്, നല്ല മഞ്ഞും ഉണ്ട് കേട്ടോ. അപ്പോൾ വയനാട്ടിൽ പൊതുവേ മഞ്ഞും തണുപ്പും കൂടുതലാണ്. അപ്പോൾ എല്ലായിടത്തും തണുപ്പൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത്. അങ്ങനത്തെ ഞാൻ രാവിലെ എണീച്ചു, എൻ്റെ വെള്ളം കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് കട്ടൻ ചായ വെച്ചിട്ട് നല്ല ചൂടുള്ള കട്ടൻ ചായ വെച്ചു രാവിലെ തന്നെ. ഇപ്പോൾ ഇതാ ബാങ്ക് കൊടുത്തു. ജുനൈസ്ക പള്ളിയിലേക്ക് പോയിട്ടോ. നല്ല ഇരുടുണ്ട്, നല്ല തണുപ്പും നല്ല കോടയുണ്ട് കേട്ടോ. അപ്പം മിന്നും ഐശുവും നല്ല ഉറക്കത്തിലാണ്. എന്ന് ഞാൻ നീക്കുമ്പോൾ എൻ്റെ കൂടെ നീക്കുന്ന ഐശുവാണ്. ഇന്ന് ഞാൻ നീച്ചതൊന്നും ഐശു അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. ഞങ്ങളത് എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി വലിയൊരു ടാസ്കിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണെന്നല്ല ടാസ്ക്, ഇതാ ഇവരെ എഴുന്നേൽപ്പിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. ഇവർ രണ്ടാളും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇവർ വർത്താനം തീരെയില്ല. കുറേ നേരം വർത്താനം പറഞ്ഞിട്ടാട്ടോ രണ്ടാളും ഉറങ്ങിയപ്പോൾ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാ സമയം 6 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ 6:30 ആകുമ്പോഴത്തേക്കും മദ്രസയിൽ ബെല്ലടിക്കും. അപ്പോഴത്തേനും അവരെത്തണം. അങ്ങനെ ഇതാ രണ്ടാളും വിളിക്കുകയാണ്. രണ്ടാളും വിളിക്കുമ്പോൾ ഒന്നും കൂടെ കൂടുതൽ പുതുക്കുക എന്നല്ലാണ്ട് എണീക്കാനുള്ള പ്ലാനിങ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഇനി വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് 2-3 തട്ടൊക്കെ തട്ടിയിട്ട് ഞാൻ മെല്ലെ ഇപ്പുറത്തേക്ക് പോകുന്നു. ഇനി അടുത്തത് മിന്നുവിനെ വിളിച്ചുണർത്താണ്ട്. ഇവർ രണ്ടാളെ പോലെയല്ല, മിന്നു പെട്ടെന്ന് നീക്കുന്ന ആളാണ്. അങ്ങനെ അതാ ഞാൻ രണ്ടാളും വേഗം നീച്ച് പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത മിന്നുവിനെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മിന്നു നല്ല ഉറക്കത്തില്ല. അപ്പോൾ മിന്നുവിനെ വിളിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ വേണം വിളിക്കാൻ. ഐശുവും തൊട്ടടുത്ത് കിടക്കുന്നതും കൊണ്ട് മിന്നുവിനെ വിളിക്കുന്നതിന് കൂടെ തന്നെ ഐശു നീക്കുവേ. മിന്നു മിന്നു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അതാ 3 ആളും എണീച്ച് വന്നിട്ടുണ്ട്. കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ, നല്ല തണുപ്പാണ്. നമ്മൾ വലിയ ആൾക്കാർക്ക് തന്നെ എണീക്കാൻ നല്ല മടിയാണ്. അങ്ങനെ 3 ആൾ എണീച്ച് പല്ലേക്കലും ബാത്റൂം പോലൊക്കെ ആയിട്ട് അവരുടേതായ പരിപാടികളൊക്കെ തുടങ്ങി. പിന്നെ ഇതായ ചായ കുടിക്കാനിരുന്നു. അപ്പോൾ ഇവർ രാവിലെ ദോശയൊന്നും കഴിക്കില്ല. രാവിലെ റസ്കോ അല്ലെങ്കിൽ അവിൽ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. രണ്ടാളും ചാടിച്ചെങ്കിൽ എന്നും നേരത്തെ എണീക്കണം. മിന്നൊന്ന് ഭയങ്കര മടിയിട്ട് മിന്നൊക്കെ ലാസ്റ്റ് ആയിട്ടോ. അപ്പോൾ ഇവരെ ഒച്ചയും വിളിയിലും എന്താ ഐശു എണീച്ചിട്ടുണ്ട്. ഐശു എണീച്ച് ഉമ്മച്ചീൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ അവരെ മാറ്റലും ചാടി കഴിഞ്ഞപ്പോഴത്തേക്കിനും ജുനൈസ്ക്ക് ഇതാ പള്ളിയിൽ പോയി വന്നിട്ടുണ്ട്. അങ്ങനെ അവരെ 3 ആളെയും കൂടെ മദ്രസയിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. വെളിച്ചം വെച്ചിട്ടുണ്ടെങ്കിലും നല്ല തണുപ്പും നല്ല മഞ്ഞും ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാനിത് ഐശ്വര്യയും കൊണ്ട് പിന്നെ റൂമിലേക്ക് വന്നിട്ടോ. പുറത്ത് നല്ല തണുപ്പാണ്. പിന്നെ രാവിലത്തെ തണുപ്പത്ത് പുറത്ത് പരിപാടികളൊന്നും നടക്കൂലല്ലോ. അങ്ങനെ ഞാൻ കുറച്ചൊരു ഐശ്വര്യം റൂമിൽ വന്നിരുന്നു. ഐശ്വര്യൻ്റെ ഫോണിന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിതാ വെള്ളപ്പത്തിന് രാത്രി അരി അരച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇന്നും ദോശയില്ലേ, ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് വെള്ളപ്പത്തിൻ്റെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നീമോക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നീമോൾ ഇന്ന് ദോശയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഇതാ ഇപ്പം ചുടുന്നില്ല, കുട്ടികൾ വന്നിട്ട് ചൂടോടെ ചൂടാച്ചു. പിന്നെ ദിനേശ്ക്കാക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളം വെക്കാൻ ഇതാ തീയൊക്കെ കത്തിക്കാൻ നിന്നു കേട്ടോ. ഞങ്ങൾ പൈപ്പിൻ്റെ അടുത്ത് തന്നെ വലിയൊരു മൈലാഞ്ചി ചെടി ഉണ്ട് കേട്ടോ. അത് ഇതിനും വലിയത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പച്ചി ഇങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് ഇങ്ങനെ വെട്ടിക്കൊടുത്ത് ഇങ്ങനെ കൊണ്ടിരുന്നത് നല്ല ചുമക്കുന്ന മൈലാഞ്ചി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഞങ്ങൾ കോഴിക്കോടൊക്കെ ഉള്ളപ്പോൾ കോഴികൾ പോകുന്നുണ്ട്. പിന്നെ കവറുകൾ നമ്മൾ ഹരിതകർമ്മസേന കൊടുക്കാൻ വേണ്ടി കഴുകി ഉണക്കാൻ വെക്കുന്നതാണ്.
ഞങ്ങൾ വിറക് വെക്കുന്ന ഷെഡിൽ തന്നെ ചെറിയൊരു അടുപ്പുണ്ട് കേട്ടോ. വെള്ളം ചൂടാക്കാനൊക്കെ മഴക്കാലത്ത് ഞങ്ങളിവിടെ കത്തിക്കില്ല. മഴയൊക്കെ പെയ്തുമ്പോൾ നനവ് കാരണം ഇവിടെ കത്തൂല കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ കേട്ടോ വെള്ളത്തിൻ്റെയൊക്കെ തീ എത്തിക്കൽ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ എൻ്റെ ആയുധം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. മുറ്റടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ തന്നെ മുറ്റടിച്ചില്ലെങ്കിൽ കുറച്ച് ഭയങ്കര വെയിലാകും കേട്ടോ. പിന്നെ വെയിലത്ത് മുറ്റടിക്കാൻ പറ്റില്ല. അപ്പോൾ ഐശു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മഞ്ഞായത് കൊണ്ട് പിന്നെ ഞാൻ അവളെ അകത്തേക്ക് തന്നെ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം മുറ്റടിച്ചിട്ട് വരാം കേട്ടോ. ഞങ്ങളിതാ മുറ്റമൊക്കെ അടിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് മുറ്റം പെറുക്കൂട്ടോ. കുട്ടികൾ വന്നാൽ പിന്നെ പൂക്കളും ഇലകളും പറിച്ചുള്ള കളിയായിരിക്കും. അങ്ങനെതാ അപ്പോഴത്തേക്കും കുട്ടികൾ മദ്രസ് വിട്ട് വന്നു. അപ്പോൾ മദ്രസിൽ സ്കോളർഷിപ്പിൻ്റെ എക്സാം നടക്കുന്നതും കൊണ്ട് 8 മണിയാകുമ്പോഴത്തേക്കും മദ്രസ് വിടും കേട്ടോ. അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ടൈമിൽ 10 മണി വരെയൊക്കെ മദ്രസ് വെക്കലുള്ളത്. ഇപ്പോൾ മദ്രസിൽ നമ്മുടെ സ്കോളർഷിപ്പിൻ്റെ എക്സാം നടക്കുന്നതും കൊണ്ടാണ് അവർ 8 മണിക്ക് വിട്ടത്. അപ്പോൾ ദാ രണ്ടാളും ആടിപ്പാടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം വാന്ന് പറഞ്ഞപ്പോൾ നിയമോള് മുന്നിൽ ഓടി വരുന്നുണ്ട്, മിന്നു ബേക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അവരെ കാത്തിട്ട് ഇവിടെ എൻ്റെ അടുത്ത് കൂടെ വേറെ ആളും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് ഞാൻ ചൂടോടെ വെള്ളപ്പാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പം ഞാൻ നേരത്തെ ചൂടാതെ തന്നെ ഒരു വരുമ്പോഴത്തേക്കും തണുത്ത് പോകുമല്ലോ. അങ്ങനെ ഇതാ ചൂടോടെ വെള്ളപ്പം ചൂടാന്ന് ഇപ്പം എനിക്ക് മിന്നു കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അങ്ങനെ പിടിക്കും മിന്നു, എങ്ങനെ പിടിക്കും മിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മിന്നു ഒരുവിധം എങ്ങനെയൊക്കെ ഒപ്പിച്ച് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പം കറി ഇതാ ഇന്നലത്തെ രാത്രിക്കത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ കറിയൊന്നും ഞാൻ വെക്കാൻ നിന്നില്ല കേട്ടോ. നല്ല ചെറിയ മാന്തൽ നല്ല തേങ്ങ അരച്ച് വെച്ച കറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ കറിക്കൊന്നും നിന്നില്ല. അത്രയും നല്ല കറി ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ കറി ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ഞാൻ അവർക്ക് വേഗം ചായയും കടിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഐശുവിൻ്റെ ബാത്റൂം പോലും കഴുകലും ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്താത്തമാരെ കൂടെ ഇരുന്ന് ടി വിയും കണ്ടിട്ട് ഐശു ഇരുന്ന് ചായ കുടിച്ചേ. കുട്ടികൾക്കുള്ള ചായ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വേറെ 2 ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം എടുത്തിട്ട് ഞാനിതാ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ഗോതമ്പ് കൊടുത്തിട്ട് ഇവിടെ ഒരു സുന്ദരനും സുന്ദരിയും ഉണ്ട്. അപ്പം ഞാൻ അവർ രണ്ടാളും തുറന്നു വിട്ട് അങ്ങനെ അവർക്കുള്ള ഗോതമ്പൊക്കെ കൊടുത്ത് രണ്ടാളും വേഗം ഇറങ്ങി വന്നാൽ ഗോതമ്പൊക്കെ കൊത്തി തിന്നു കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ തേങ്ങ പൊളിക്കുന്ന ചകിരിയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചതാണ്. ഒന്നാകെ ഇട്ടിട്ട് നനഞ്ഞ് പോയിട്ട് ഇപ്പം മഴയൊക്കെ മാറിയതിന് ശേഷം ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. വെള്ളം ചൂടാക്കാനൊക്കെ നല്ലതാട്ടോ. 1 2 തവണ വെച്ചിടത്തിൽ വെള്ളം പെട്ടെന്ന് ചൂടായി കിട്ടും കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ മിന്നു സൈക്കിൾ എടുത്തിറങ്ങി. ഇനി വൈകുന്നേരം വരെ ഇതായിരിക്കും പണിട്ടോ. വെയിലെന്നോ തണുപ്പെന്നോ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ലേ. 3 ആളെയും പിടിച്ചാൽ കിട്ടുന്നുണ്ടാവില്ല. ഞാൻ ഇനി ഒച്ചയിടലായിരിക്കും ഇവരെ ബേക്കിൽ നടന്നിരുന്ന. ഇവർ വെയിലത്ത് പോകുമ്പോൾ ഇവരെ കൂടെ ഐശ്യം പോകട്ടെ വെയിലത്ത്. അങ്ങനെ ജുനൈസ്ക്ക് നീച്ച് കുളിയൊക്കെ അതിന് ചായ കുടിച്ച് ജുനൈസ്ക്ക് പോയിട്ടോ. അങ്ങനത്തെ ഇനി ഇവരെ 3 ആൾ എനിക്കിനി പിടിച്ചാൽ കിട്ടൂലേ. ഇവരെ 3 ആളും നല്ല കളിയിലിരിക്കും. അങ്ങനെ ഞാനും ഉമ്മച്ചിയും പിന്നെ ഞങ്ങളെ ചായ കുടീൻ്റെ ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയും കഴിഞ്ഞു. ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന്
സെറ്റ് ചെയ്യണത് കണ്ടത്. രാവിലെ എണീച്ച് പോയ കോലാണ്. പിന്നെ ചായ കുടിയും മക്കളെ തിരക്കിൻ്റെ ഇടയിൽ എനിക്കിങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടില്ല. പിന്നെ ഇതാ റൂമൊക്കെ റെഡിയാക്കി അപ്പോഴത്തേനും ഐശുവിന് ഉറക്കം വന്നിട്ടോ. ഐശു ഉറങ്ങിയിട്ടോ. രാവിലെ നേരത്തെ എണീച്ചതും കൊണ്ട് ഐശുവിന് ഉറക്കമില്ലായിരുന്നു. പിന്നെ ഇതാ അപ്പോഴത്തേനും ഐശു നല്ല ഉറങ്ങി. ഞാൻ ഐശുവിനെ ഉറക്കിയിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇതിപ്പോൾ അധികം നേരമൊന്നും ഈ ഉറക്കം ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേനും 36 എണീക്കുവേ. അപ്പോൾ എണീക്കുമ്പോഴത്തേനും നമ്മളെ പണികൾ തീർക്കണം. അപ്പോൾ ഇതാ ചായ കൂടി എല്ലാവരും പോകും കഴിഞ്ഞപ്പോൾ അടുക്കളയാട്ടോ. ഇനി ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ പാത്രങ്ങളൊക്കെ അങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ചായ കുടീൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അടുക്കള ഒന്ന് ക്ലീൻ ആക്കി വേഗം ക്ലീൻ ആക്കി എടുക്കാം. അങ്ങനെ ഇതാ പാത്രമൊക്കെ കഴുകി സിങ്കും ഗ്യാസൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് വിറകടുപ്പിൽ വെക്കുന്ന പാത്രങ്ങളൊക്കെ ഇതാ പുറത്തുനിന്നാട്ടോ തേച്ച് കഴുകൽ. സിങ്കിൽ വെച്ച് കഴുകലില്ല കേട്ടോ. സിങ്ക് മൊത്തം കരിയാകുന്നതും കൊണ്ട് ഞങ്ങൾ ഇത് അലക്കുന്ന കല്ലിൻ്റെ അവിടെ വെച്ചിട്ടാണ് കഴുകൽ. പിന്നെ അതൊക്കെ കഴുകി ഞാനിത് അമ്മീമ കൊണ്ടുവന്ന് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഐശു എണീക്കുന്നതിന് മുമ്പ് ഞാൻ വേഗം കുറച്ച് കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമൃതപ്പൊടിൻ്റെ കുറുക്കാണ് ഉണ്ടാക്കുന്നത്. മധുരത്തിനിടുന്ന പനങ്കൽക്കണ്ടാണ്. വേറെ ബെല്ലോ കൽക്കണ്ടോ ഒന്നും ഇടലില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും 2 വയസ്സായിട്ടുണ്ടെങ്കിലും അവൾക്ക് ഇപ്പോഴും കുറുക്ക് കൊടുക്കുന്നത് ചോറൊക്കെ തിന്നാൻ ഭയങ്കര മടിയാണ്. വേറെ ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ വിശപ്പിന് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചാൽ അമൃതപ്പൊടി പിന്നെ നല്ലതും അല്ലേ. അങ്ങനെ ഞാൻ അതാണ് അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുന്ന ചില ആൾക്ക് ചൂട് അങ്ങ് ഇഷ്ടമല്ല. അപ്പോൾ ചെറിയൊരു ചൂടേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഓൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേനും ഒക്കെ കഴിക്കാനുള്ള പാകത്തിനുള്ള ചൂടൊക്കെ ആയിക്കോളും വിചാരിച്ചിട്ടാണ് ഐശു എണീക്കുന്നതിന് മുമ്പേ ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് അധികം കട്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലൂസിലാട്ടോ ഞാൻ കുറുക്കുണ്ടാക്കൽ. കുറുക്കൊക്കെ ആയപ്പോഴത്തേക്കും ഇതാ നമ്മുടെ മീൻകാക്ക വന്നിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായി മീനിനൊക്കെ വിലയാന്ന് പറഞ്ഞിട്ട് മീൻകാക്ക വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ മീൻ നോക്കാൻ പോയപ്പോൾ നല്ല കുഞ്ഞമ്മത്തി ഉണ്ടായിരുന്നു. പിന്നെ ആനച്ചവിട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആനച്ചവിട്ടി ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതും കൊണ്ട് ഞാൻ മത്തി വാങ്ങാൻ കരുതി കേട്ടോ. അങ്ങനെ നല്ല ചെറിയ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ മത്തിയൊക്കെ വാങ്ങിയപ്പോൾ നീമോളും മിന്നും ചുറ്റും നിന്നിട്ട് മീൻ ചട്ടിയിലേക്ക് തലയിട്ട് നോക്കുന്നുണ്ട് എന്ത് മീനാന്നൊക്കെ. അപ്പോഴും മീൻകാക്ക പറയുന്നുണ്ട് വിട്ടുന്നോളി മീനിൻ്റെ വെള്ളമൊക്കെ മേത്താന്ന്. അങ്ങനെ ആ കാക്കാൻ്റെന്ന് ഞാൻ നല്ല അടിപൊളി മത്തി വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞമ്മത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മീൻ വണ്ടീൻ്റെ ഹോണടി കേട്ടിട്ട് ഐശു എണീച്ചേ. കുറച്ച് നേരം കൂടെ ഒക്കെ ഉറങ്ങിയിരുന്നുണ്ട്. പക്ഷെ വണ്ടീൻ്റെ ഒച്ച ഇട്ടിട്ട് ഐശു എണീച്ചേ. ഇനി കുറച്ച് ഒരു വാശിയും ചിണുങ്ങലായിരിക്കും കേട്ടോ. ഉറങ്ങി എണീച്ച് കഴിഞ്ഞാലൊക്കെ എപ്പോഴും കുറച്ചൊരു വാശിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വാശിയൊക്കെ മാറി ആൾ ഉഷാറായി ചെരുപ്പൊക്കെ ഇട്ടാ താത്തമാരോട് കളിക്കാൻ പോയിട്ടോ. അപ്പോൾ നിയമോള് അവളെ സൈക്കിൾ കൊടുത്ത് കാത്തുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പിടിച്ചാൽ കിട്ടില്ല. ഇനി ഉച്ചയ്ക്കാകുമ്പോൾ ഞാൻ പിടിച്ച് ഉറക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇതാ ഞാൻ അടിച്ചു വാരി തുടക്കാമെന്ന് ഉമ്മച്ചി വേഗം അടിച്ചു വാരി തന്നു. ഞാൻ ഇതാ തുടച്ചു. പിന്നെ ഇതാ ചോറിന് തീ എത്തിച്ചു. ചോറിനുള്ള വെള്ളം വെച്ചു. കുടിക്കാനുള്ള വെള്ളം വെച്ചു. പിന്നെ ഉപ്പേരിക്ക് നമ്മുടെ മുന്നിലുള്ളവർ നമുക്ക് 2 പച്ചക്കായ് തന്നിരുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചി അത് ഉപ്പേരിക്ക് അരിഞ്ഞിടാൻ നിന്നപ്പോൾ കുട്ടികളും കൂടെ കൂടി അങ്ങനെ 3 കൂടെ ഇതാ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞിട്ട് ഞാൻ വേഗം മീൻ നന്നാക്കാനിരുന്നത്. അപ്പം ഞാനിരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മണി വന്ന സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പം മീൻ കണ്ടാൽ പിന്നെ ഓന് നമ്മളെ ചുറ്റൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര പടിയെടുത്ത് ആട്ടി വിട്ടാലും ഓന് മീനിൻ്റെ ചുറ്റും ഇരിക്കും. അങ്ങനെ ഞാൻ എന്താ നന്നാക്കുന്നതിനിടയിൽ കൂടെ മൂപ്പർ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ അതാ മീനൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഈ കുഞ്ഞമത്തി വാങ്ങലും കഴിക്കലൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണുള്ളത്. ഈ ചെറിയ മത്തി നന്നാക്കി എടുക്കൽ കുറച്ച് പാടാണ്. അപ്പോൾ ഇരുന്നിരുന്ന് പുറത്തിൻ്റെ പണി തീരും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മീനൊക്കെ വേഗം നന്നാക്കി എടുത്തു കേട്ടോ. അങ്ങനെതാ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെതാ കറി വെക്കാൻ നിന്നു. മത്തി മുളക് ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. തേങ്ങ അരച്ച കറി ഇവിടെ ഉപ്പച്ചിക്ക് പിന്നെ അധികം പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ തേങ്ങ അരച്ച കറി വെക്കുകയാണെങ്കിൽ ഉപ്പച്ചി കുറച്ച് മുളകിട്ട കറി മാറ്റി. അങ്ങനെ ഇന്ന് ഞങ്ങൾ കുഞ്ഞമ്മത്തി കുടംപുളിയൊക്കെ ഇട്ടിട്ട് മുളക് ഇട്ടിട്ടാണ് വെക്കുന്നത്. അങ്ങനെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ റെഡിയായി. ഇനി കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാലോ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഷീറ്റൊക്കെ ഉള്ളതും കൊണ്ട് കുറച്ച് തോനെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അലക്കാൻ നിന്നു കേട്ടോ. അങ്ങനെ അലക്കിയതൊക്കെ ആറിയിട്ടു. അപ്പോൾ കുറച്ച് തോന ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് അലക്കാൻ. അപ്പോൾ ഞങ്ങളെല്ലാത്തും കൂടെ ഇപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ വിരിച്ചിട്ട് ഇനി വേഗം ബാത്റൂം തേച്ച് കഴുകി കുളിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ബാത്റൂം തേച്ച് കഴുകാൻ പോയി. ബാത്റൂം കഴുകലൊക്കെ കഴിഞ്ഞു. എൻ്റെയും ഐശുവിൻ്റെയും കുളിക്കാനുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ ഐശുവിനുള്ള വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ബാത്റൂമൊക്കെ കഴുകി ഞാൻ പുറത്തിറങ്ങി.
അങ്ങനെ ഇതാ ഐശുവിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇനി ചോറ് തിന്നാൻ നിന്നിട്ട് നല്ല അടിപൊളി മത്തിക്കറിയും നല്ല കായ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ പപ്പടം പൊരിച്ച കൂടി നല്ല ചോറ് കഴിച്ചു. ചോറ് നിലയൊക്കെ കഴിഞ്ഞതാ ഐശുവിനെ ഉറക്കുമ്പോൾ ബെഡ് കണ്ടപ്പോൾ എനിക്ക് യോധ സിനിമയിലെ ഡയലോഗ് ഓർമ്മ വന്നിട്ടോ, അശോകന് ക്ഷീണമാവാന്ന്. അപ്പോൾ എന്താ അല്പം കുറച്ച് അരിഞ്ഞുള്ളൂ വിശ്രമം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ.